മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊല്ലത്ത് ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കേസിൽ ശിക്ഷ മറ്റന്നാൾ വിധിക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ശിക്ഷാവിധി മറ്റന്നാളായിരിക്കും. കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കേരളത്തെ ഞെട്ടിച്ച വന്ദന കൊലക്കേസിലാണ് ഇപ്പോൾ കോടതി പ്രതി കുറ്റക്കാരനാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഹൗസ് സർജൻ്റായി ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു ആ യുവതിയെ ഈ ഡോക്ടറിനെ ഈ പ്രതി കുത്തിക്കുന്നത്. ഏറ്റവും ദാരുണമായ, അന്ന് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു ക്രൂരമായ ഒരു കേസിലാണ് നിലവിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വിധി ഉണ്ടായിരിക്കുന്നത്. ഈ വിധിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തുടക്കത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നെങ്കിൽ അവസാന ഘട്ടത്തിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കി ഇപ്പോൾ പ്രതിക്ക് എതിരെയുള്ള കൃത്യമായ ഒരു വിധി തന്നെ സംഘടിപ്പിക്കാൻ നിലവിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് പ്രതിയായ സന്ദീപ് യുവ ഡോക്ടറായ നന്ദനയെ കുത്തി പരിക്കേൽപ്പിച്ചത്. ഈ പ്രതി വീട്ടിൽ മെയ് 2023 മെയ് 9 വീട്ടിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയും ആ സംഘർഷത്തിൽ ഏർപ്പെട്ട പശ്ചാത്തലത്തിൽ വീട്ടുകാർ ഈ പ്രതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് പോലീസ് വന്ന് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വൈദ്യ പരിശോധനയ്ക്കായി ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴായിരുന്നു പ്രതി പിന്നീട് സംഘർഷത്തിലേക്ക് ഏർപ്പെടുകയും ഈ വന്ദനയെ ക്രൂരമായി തന്നെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇതിൽ എന്തായാലും കൃത്യമായ തെളിവുകൾ ഹാജരാക്കി കോടതിയെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിക്കിപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതി കുറ്റക്കാരനാണെന്ന് കൊട്ടാരക്കര സെക്ഷൻ കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ചയായിരിക്കും ഈ പ്രതിക്കെതിരെയുള്ള വിധി ഉണ്ടാകുക. എന്തായാലും കേരളത്തെ ആകമാനം ഞെട്ടിച്ച ഒരു കേസിലാണ് നിലവിൽ ഈ വിധി ഉണ്ടായിരിക്കുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2023 മെയ് 10 പുലർച്ചെയായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായിരുന്നത്. വീട്ടിലുണ്ടായിരുന്ന തർക്കത്തെ തുടർന്ന് കാലിന് പരിക്കേറ്റ സന്ദീപിനെ വൈദ്യ പരിശോധനയ്ക്കായി പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ മുറിവ് കെട്ടുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ പ്രതി ഈ അക്രമാസക്തനാകുകയും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന സർജിക്കൽ കത്രിക കയ്യിലാക്കി പോലീസുകാരെയും അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമണം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരും ഓടി രക്ഷപ്പെട്ടെങ്കിൽ ഈ വന്ദനാദാസിന് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇദ്ദേഹം ആ വന്ദനാദാസിന് കയ്യിലിരുന്ന സർജിക്കൽ കത്രിക കൊണ്ട് ക്രൂരമായി പലതവണ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഉടൻ തന്നെ ചികിത്സ നൽകിയെങ്കിലും അന്ന് ആ യുവതിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അന്ന് കേരളം വലിയ രീതിയിൽ ദുഃഖത്തിലാണ്ട ഒരു ദിവസം കൂടിയായിരുന്നു. അന്ന് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ വലിയ പ്രതിസന്ധികളെക്കുറിച്ചും അന്ന് ചർച്ച ഉണ്ടായിരുന്നു. എന്തായാലും കേരളം പ്രതീക്ഷിച്ചിരുന്നൊരു വിധി തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ കരുതുന്നത്. പ്രതിക്ക് കുറ്റക്കാരനാണ് കണ്ടെത്തി. ഇനി ശിക്ഷയാണ് വ്യാഴാഴ്ച വിധിക്കാൻ പോകുന്നത്. കൃത്യമായി തന്നെ ഒരു ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ വന്ദനയുടെ ബന്ധുക്കളെല്ലാം വിശ്വസിക്കുന്നത്. പരമാവധി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി ശിക്ഷ തന്നെയാണ് ബന്ധുക്കളും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വന്ദനയുടെ രക്ഷിതാക്കളും പ്രതീക്ഷിക്കുന്നത്. മറ്റാർക്കും ഇത്തരത്തിലൊരു ഗതി ഇനി ഉണ്ടാകാൻ പാടില്ലെന്നും ഈ രക്ഷിതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ശ്രീജിത്ത്, അതുപോലെ തന്നെ ഇപ്പോൾ മാതാപിതാക്കളടക്കം പറയുന്നത് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നതാണ് പ്രതീക്ഷ എന്ന് പറയുന്നുണ്ട്. ശിക്ഷാവിധി വരട്ടെ എന്നതാണ് മാതാപിതാക്കളുടെ പ്രതികരണം. ഈ ഒരു പ്രോസിക്യൂഷൻ അടക്കം പറയുന്നത് പരമാവധി ശിക്ഷ ലഭിക്കണം എന്നതാണ്. മറ്റ് വാദങ്ങൾ എന്തെങ്കിലും നടന്നിരുന്നു എന്ന് അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃത്യമായി തന്നെ അവസാന ഘട്ടത്തിൽ കൃത്യമായ തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ പ്രതിക്കെതിരെ ഈ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കോടതിയെ സഹായിച്ചിരിക്കുന്നത്. അന്ന് പ്രതിക്ക് തുടക്കത്തിൽ ഈ പ്രതിഭാഗം വാദിച്ചത് പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കൊലപാതകം നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ തുടക്കത്തിൽ വളരെ വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങളിൽ ഈ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. എന്നാൽ സാക്ഷിമൊഴികളുടെയും അതോടൊപ്പം തന്നെ മറ്റ് തെളിവുകളും നിരത്തി പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ വാദിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു വിധി ഉണ്ടായിട്ടുള്ളത്. അന്ന് 22 തൊണ്ടിമുതലുകളും 200-ലധികം രേഖകളും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 70-ലധികം ദൃക്സാക്ഷികളെ അന്ന് ആശുപത്രിയിലുണ്ടായിരുന്ന പോലീസുകാർ
അതോടൊപ്പം തന്നെ മറ്റ് ഡോക്ടർമാർ, നഴ്സുമാർ, അവിടെ ചികിത്സയിലുണ്ടായിരുന്നവർ, അങ്ങനെ പലരെയും ഹാജരാക്കുവാൻ, ഈ പ്രതിക്കെതിരെ മൊഴി നൽകാൻ പ്രോസിക്യൂഷനും പോലീസിനും കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ വിധി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ വളർത്തി പിന്നീട് ഈ ഹൗസ് സർജൻസി വിഭാഗത്തിൽ പരിശീലനം നേടുന്നതിനിടയിലായിരുന്നു ഇത്രയും ക്രൂരമായൊരു സംഭവം നടന്നത്. അത് രക്ഷിതാക്കളെ വലിയ രീതിയിൽ തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പ്രതിക്കെതിരെ പരമാവധി ശിക്ഷ, ഇന്ത്യൻ നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷ തന്നെ തൻ്റെ മകളെ കൊലപ്പെടുത്തിയ ഈ പ്രതിക്ക് നൽകണമെന്ന് സന്ദീപ് എന്ന പുയ്യമ്പള്ളി സ്വദേശിയ സന്ദീപിന് നൽകണമെന്ന് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹവും അത് ആഗ്രഹിക്കുന്നു. കാരണം തൻ്റെ ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു യുവതിയെ കയ്യിൽ കിട്ടിയ ഈ സർജിക്കൽ കത്രിക കൊണ്ട് ക്രൂരമായി തന്നെ കുത്തിക്കൊലപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു അന്ന് കേരളം പുലർച്ചെ ഉണ്ടായത്. പിന്നീട് അത് മാധ്യമങ്ങളിലൂടെ രാവിലെയായിരുന്നു ജനങ്ങൾ അറിഞ്ഞത്. അന്ന് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദിനമായിരുന്നു. അങ്ങനെ ഇപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ വിധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വ്യാഴാഴ്ച ഈ പ്രതിക്ക് എന്താണ് ഇന്ത്യയുടെ നീതിന്യായ പീഠം, ഇന്ത്യയുടെ നിയമവ്യവസ്ഥ എന്ത് ശിക്ഷയാണ് നൽകാൻ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് വ്യാഴാഴ്ച അറിയാൻ കഴിയും. തീർച്ചയായും ഈ ഒരു പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു കേരളത്തിലെ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്. കൊല്ലത്ത് ഡ്യൂട്ടിക്കിടെയാണ് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയത്. ഈ ഒരു കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കേസിൽ മറ്റന്നാൾ ശിക്ഷ വിധിക്കുമെന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദാണ് ഈ ഒരു കേസിൽ വിധി പ്രസ്താവിച്ചത്. 2023 മെയ് 10 പുലർച്ചെയായിരുന്നു ഈ ഒരു നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത്. ഡ്യൂട്ടിക്കിടെയാണ് ഇത്തരത്തിൽ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. ഈ ഒരു കേസിൽ പ്രതി സന്ദീപ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച ഈ ഒരു കേസിൽ വിധി പ്രസ്താവിക്കും. 2023 ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. വൈദ്യപരിശോധനയ്ക്കായി പോലീസ് എത്തിച്ച സന്ദീപ് അക്രമാസക്തനായി വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. സന്ദീപ് കൂടെ ഉണ്ടായിരുന്ന ബന്ധു രാജേന്ദ്രൻ പിള്ള, ബിനു, പോലീസ് ഉദ്യോഗസ്ഥരായ ബേബി മോഹൻ, മണിലാൽ, അലക്സ് എന്നിവരെയും ഈ ഒരു പ്രതി ആക്രമിക്കുകയുണ്ടായി. കേസിൽ കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP MM ജോസ് ജൂലൈ 1 ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വ്യവസായി കോട്ടയം മുട്ടുചിറ പട്ടാളമുക്ക് സ്വദേശി മോഹൻദാസിൻ്റെയും തിരുവനന്തപുരം സ്വദേശി വസന്തകുമാരിയുടെയും ഏക മകളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഈ ഒരു കേസിൽ പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നതാണ് ഇപ്പോൾ വന്ദനാദാസിൻ്റെ മാതാപിതാക്കളും പറയുന്നത്. കേസിൽ ശിക്ഷാവിധി വരട്ടെ എന്നതാണ് മാതാപിതാക്കൾ പ്രതികരിക്കുകയുണ്ടായിരുന്നത്. മറ്റന്നാൾ ഈ ഒരു കേസിൽ വിധി പറയും. പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നതാണ് തങ്ങളുടെ പ്രതീക്ഷ എന്നതാണ് മാതാപിതാക്കൾ പറയുന്നത്. ഏതായാലും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. സന്ദീപിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ, ആശുപത്രി ജീവനക്കാർ, പരിസരത്തുണ്ടായിരുന്ന രോഗികൾ തുടങ്ങിയവർ ഉൾപ്പെടെ കേസിൽ 136 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് G പടിക്കൽ, ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കാട്ടൂർ, മഹേശ്വർ പടിക്കൽ, നിരഞ്ജ ഷാജി എന്നിവരാണ് കേസിൽ ഇപ്പോൾ ഹാജരായത്. ഏതായാലും ഈ ഒരു വന്ദന കൊലക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കേസിൽ വ്യാഴാഴ്ച കോടതി വിധി പറയും. ശിക്ഷാവിധി മറ്റന്നാളായിരിക്കും ഉണ്ടാവുക. വ്യാഴാഴ്ചയായിരിക്കും കേസിൽ ശിക്ഷാവിധി ഉണ്ടാവുക. 1.5 വർഷം നീണ്ടുനിന്ന വിചാരണകൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 2023 മെയ് 10 ഈ ഒരു സംഭവം ഉണ്ടായത്. ഡ്യൂട്ടിക്കിടെയാണ് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കുമെന്നതാണ് തങ്ങളുടെ പ്രതീക്ഷ എന്നതാണ് വന്ദനയുടെ മാതാപിതാക്കൾ പറയുന്നത്. അതീവ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ, ആശുപത്രി ആക്രമണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഈ പ്രതിക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. പ്രതിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം നിലനിൽക്കല്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ പ്രതിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം നിലനിൽക്കില്ല എന്നതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
തീർച്ചയായും പ്രതിഭാഗം ഈ പ്രതിയെ രക്ഷപ്പെടുത്താനായി പലതവണ ഉപയോഗിച്ച ഒരു അടവായിരുന്നു പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിൻ്റെ നാൾവഴികൾ പരിശോധിക്കുകയാണ് എങ്ങനെയാണ്. തുടക്കത്തിൽ ലോക്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചതെങ്കിൽ പിന്നീട് കൊല്ലം റൂറൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ജോസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണം തുടക്കത്തിൽ ഏറ്റെടുത്തത് വിവാദ വക്കീലായ BA ആളൂരായിരുന്നു. അദ്ദേഹം പിന്നീട് മരിക്കുന്ന സാഹചര്യമുണ്ടായി. മരണശേഷം മനു എന്ന് പറയുന്ന മറ്റൊരു വക്കീലേറ്റ് ഈ കേസ് ഏറ്റെടുത്തു. അദ്ദേഹവും മരിച്ചു. തുടർന്നാണ് ജോണസ് റാഫേൽ കേസ് ഏറ്റെടുത്തെങ്കിലും അദ്ദേഹത്തിനും കൂടുതൽ കാലം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും വലിയ പ്രതിസന്ധിയിലേക്ക് പോയ പശ്ചാത്തലത്തിൽ അദ്ദേഹം ആ കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കേസ് വലിയ കാലയളവിലേക്ക് 2-3 വർഷത്തിലേക്ക് നീണ്ടുപോകാനുള്ള കാരണം ഇതാണ്. ആദ്യം കേസെടുത്ത വക്കീൽ മരണപ്പെടുന്നു, പിന്നീട് രണ്ടാമതൊരു വക്കീൽ കേസെടുക്കുന്നു, അദ്ദേഹം മരണപ്പെടുന്നു, മൂന്നാമത് ഏറ്റെടുത്ത വക്കീലാണെങ്കിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. അവസാനമാണ് ഇദ്ദേഹത്തിന് മറ്റൊരു വക്കീലിനെ ഏർപ്പാടാക്കുന്നത്. അദ്ദേഹമാണ് അവസാന ഘട്ടത്തിൽ ശക്തമായി തന്നെ ഇദ്ദേഹം മാനസിക രോഗിയാണ്, സന്ദീപ് മാനസിക രോഗിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഈ കുറ്റത്തിൽ നിന്നും വിമുക്തനാക്കണമെന്ന രീതിയിലുള്ള പല വാദപ്രതിവാദങ്ങൾ നടത്തിയെങ്കിലും അവസാന ഘട്ടത്തിൽ തെളിവുകൾ ഹാജരാക്കി. കാരണം ഈ നന്ദനയോടൊപ്പം ഉണ്ടായിരുന്ന അവിടെ ജോലി ചെയ്തിരുന്ന ഡോക്ടറായിരുന്നു ആദ്യത്തെ സാക്ഷി. അദ്ദേഹത്തെ മുൻനിർത്തിയായിരുന്നു അന്ന് ഈ കേസ് മുന്നോട്ട് പോയത്. ആക്രമണം നടക്കുമ്പോൾ ഡോക്ടർ വന്ദനാദാസിനോടൊപ്പം കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനായിരുന്നു ഒന്നാം സാക്ഷി. കേസിൽ ഇതുവരെ 70-ലധികം സാക്ഷികളെ വിസ്തരിക്കാൻ കഴിഞ്ഞു. 207 രേഖകൾ ഹാജരാക്കി. അങ്ങനെ കൃത്യമായി തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ആദ്യം ലോക്കൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തന്നെ തെളിവുകൾ ഹാജരാക്കാനും പിന്നീട് അത് ക്രൈം ബ്രാഞ്ച് ഏറ്റെടുക്കുമ്പോൾ അവർക്ക് കൈമാറാനും, അങ്ങനെ ഈ പ്രതി അല്പം പോലും ഈ കേസിൽ നിന്നും ഒരു വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ പോലും രക്ഷപ്പെടാൻ പാടില്ലെന്ന് അന്വേഷണ സംഘത്തിൻ്റെ കൃത്യമായ ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ തുടർച്ചയായി തന്നെ 3 വർഷത്തിലധികം നീണ്ടുനിന്ന ഈ കേസിൽ കൃത്യമായൊരു വിധി ഉണ്ടായിരിക്കുന്നത്. ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ നാം പറയുകയാണെങ്കിൽ വ്യാഴാഴ്ച ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് നിലവിൽ ഈ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിന്റെ ഒരു പ്രതികരണമുണ്ട്, അതിലേക്ക്. ശേഷം തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന മെഡിക്കൽ ബോർഡിലെ അതിവിദഗ്ധന്മാരായ സൈക്യാട്രി ഡോക്ടർമാർക്ക് അവരെ കബളിപ്പിക്കാൻ വേണ്ടിയോ അവരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയോ ഉള്ള ഉത്തരങ്ങൾ നൽകിയ ശേഷം സ്കീസോഫ്രീനിയയുടെ സം സ്പെക്ട്രംസ് അവർക്ക് പ്രതിക്കുണ്ട് എന്നുള്ള തരത്തിലേക്ക് തെളിവ് വരുത്താൻ വേണ്ടിയുള്ള ഒരു പരമാവധി ശ്രമമാണ് ഈ കേസിൽ പ്രതി നടത്തിയത്. പക്ഷേ ആ പ്രതി നടത്തിയ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും തെളിവ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടത്തിയ കപടമായ ശ്രമങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ആദ്യത്തെ ധർമ്മം എന്നുള്ള തരത്തിൽ തന്നെ പ്രതി ഇപ്രകാരം ഒരു മെൻ്റൽ ഇൻസാനിറ്റി എന്നുള്ളൊരു തർക്കം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് 3-ാം ദിവസം തന്നെ ഡോക്ടർ അരുൺ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയും ഒരു റിപ്പോർട്ട് വരുത്തിച്ചു. യാതൊരു തരത്തിലുള്ള മാനസിക വിഭ്രാന്തി ഏതായാലും കൊല്ലത്ത് ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പറഞ്ഞത്. പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കേസിൽ മറ്റന്നാൾ ശിക്ഷ വിധിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. 2023 മെയ് 10 പുലർച്ചെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഡ്യൂട്ടിക്കിടെയാണ് വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. ഈ ഒരു കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രതിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന പ്രതിഭാഗം വാദിച്ചിരുന്നു. ഈ വാദം നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അതീവ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ, ആശുപത്രി ആക്രമണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നതാണ് തങ്ങളുടെ പ്രതീക്ഷ എന്നതാണ്
കോടതിയിൽ നിന്നും വിധി വന്നതിന് ശേഷം ഈ ഒരു കോടതിയുടെ വിധി വന്നതിന് ശേഷം വന്ദനയുടെ മാതാപിതാക്കൾ പറയുകയുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മറ്റന്നാൾ വ്യാഴാഴ്ച ഈ ഒരു കേസിൽ ശിക്ഷാവിധി വരും. മലയാളിയുടെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു. ഡ്യൂട്ടിക്കിടെയാണ് വന്ദന ദാസ് കൊല്ലപ്പെട്ടത്. ഈ ഒരു 2023 മെയ് 10 ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിരുന്നത്. പുലർച്ചെയാണ് ഡ്യൂട്ടിക്കിടെ വന്ദന ദാസിനെ പ്രതി സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത്. ഈ ഒരു കേസിലാണ് വൈദ്യപരിശോധനയ്ക്കായി പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സന്ദീപാണ് സ്കൂൾ അധ്യാപകനുമാണ് അയാൾ. സന്ദീപാണ് ചികിത്സാ മുറിയിലുണ്ടായിരുന്ന വന്ദനയെ കത്രിക ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിക്കുകയും 11ഓളം കുത്തേറ്റ വന്ദന ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. ഈ പ്രതി ആയ സന്ദീപിനെ ആണ് ഇപ്പോൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ ഒരു കേസിൽ വിധി പറഞ്ഞത്. കേസിന്റെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ 70-ലധികം സാക്ഷികളെ അടക്കം വിസ്തരിച്ചിരുന്നു. ശാസ്ത്രീയ തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള തൊണ്ടിമുതലുകൾ എന്നിവ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഏതായാലും ഈ ഒരു കേസിൽ മറ്റന്നാൾ ശിക്ഷ വിധിക്കുമെന്നതാണ്, പരമാവധി ശിക്ഷ തന്നെ ഈ ഒരു പ്രതിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വന്ദനയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തത്. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം എന്ന് തന്നെയാണ് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ ഒരു കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. പ്രതി സന്ദീപ് കുറ്റക്കാരനാണ് എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രതിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. ഈ വാദം നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതീവ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ, ആശുപത്രി ആക്രമണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് തെളിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ പ്രതിക്കുള്ള ശിക്ഷാവിധി മറ്റന്നാൾ വിധിക്കും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.